Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയ വളരെ ഈസി ആയ ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നൈസായിട്ടൊന്നുമല്ല അരിഞ്ഞേക്കുന്നത്, ഒരു ചെറിയ കട്ടിയിൽ തന്നെയാണ് സവാള ഞാൻ അരിഞ്ഞെടുത്തത്. നമുക്ക് ഈ സവാള മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ കട്ടിക്ക് തന്നെ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതിൻ്റെ കൂടെ 6 കാശ്മീരി ചില്ലി. നമുക്കിതൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ജസ്റ്റ് എണ്ണ എല്ലായിടത്തൊന്ന് ഹോട്ടാവണം. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതിലേക്ക് ഇടാം. 2 പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചിക്കൻ്റെ കൂട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കും. 1 കിലോ ചിക്കനാണ് ഞാൻ ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് നമ്മളെ കറിക്കുള്ള കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ് ഞാൻ ഈ ചിക്കനൊക്കെ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കനെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കിനി ഈ ചിക്കനിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ചെറിയ പീസാക്കിയത് നമുക്കിട്ട് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പ്. ഈ ഉരുളൻകിഴങ്ങും കൂടി നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന അരപ്പ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു അരവേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തിളഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ മാത്രം പോരാ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.